പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ട കമന്റ്സ് എന്ന് വെച്ചാൽ രേണു സുധി, അതായത് മറ്റേ ഈ ചാന്തുപൂട്ട് ആ സീൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റീലൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി. രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോട് ഏട്ടനും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇത്. തെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? സോഷ്യൽ മീഡിയ അവിടെ പറഞ്ഞു. ഞാൻ കണ്ട കമന്റ്സ് ആണ് ഞാൻ കമന്റ്സ് കണ്ടതാ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കമന്റ്സ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ കള്ളുടിച്ച ആൾക്കാർ കമന്റ് ഇടും, എന്താ പറയാ ഡിസോർഡർ ആയ ആൾക്കാർ കമന്റ് ഇടും, പല ആൾക്കാരും കമന്റ് ഇടും. ആ കമന്റിൽ ഏറ്റുപിടിച്ച് സത്യമാണോ തെറ്റാണെന്ന് പറയാൻ പറ്റും. എന്താ ഉറക്കം വരുന്നു. ഏറ്റെടുത്തിട്ട് നമ്മൾ ശരിയാണോ തെറ്റാണെന്ന് പറയാൻ പറ്റും. ഇതിൽ അത്രയും ക്ലോസ് സീക്വൻസ് അഭിനയിച്ചുകൊണ്ട് ആൾക്കാർ ക്ലോസ് സീക്വൻസ് ആൾക്കാരെ അവിഹിതമാണോ? ക്ലോസ് സീക്വൻസ് അഭിനയിച്ച ആൾക്കാരെ അവിഹിതം പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. ഞാനും മോളും കൂടി ഒരുമിച്ച് റീൽസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ക്ലോസ് ആയി റീൽസ് ചെയ്തു, നമ്മൾ അവിഹിതമാണോ? അല്ല. ആണോ? തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവൻ. നമ്മളൊരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ രേണുവിനെ വിളിച്ചു ചോദിക്കുക, എന്നെ വിളിച്ചു ചോദിക്കുക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ? അപ്പൊ നിന്റെ സംശയം അവിടെ തീരും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് ഫേക്ക് അക്കൗണ്ട് കമന്റ് ഇടാം, ദാസേട്ടൻ കോഴിക്കോട്. അപ്പൊ ആ കമന്റ് നോക്കി നിങ്ങൾ പിടിക്കോ? കമന്റ് ഇട്ട വ്യക്തിന്റെ അക്കൗണ്ട് കയറിയാൽ റിയൽ ആണോ ഫേക്ക് ആണോ അത് നോക്കണം. അതൊരു ഇന്റർവ്യൂ നടത്തുന്നത് ഭയങ്കര കടമയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയ സത്യാവസ്ഥ സത്യസന്ധത കണ്ടിട്ട് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏത് കാര്യമാണ് വേണ്ടേ? ഒരാള് പറഞ്ഞതിനെ കൂട്ടുപിടിച്ച് ഒരിക്കലും പറയാൻ പാടില്ല. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.